Hi everyone, it's day 3 and our final day in Malaysia. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരു റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും പാക്കിങ്ങും റൂം വെക്കേറ്റ് ചെയ്യുന്ന ആ ഒരു തിരക്കിലാണ്. ബട്ട് ഞങ്ങൾക്ക് ഈ ഒരു നല്ല മോർണിംഗ് വേസ്റ്റ് ആക്കാനായിട്ട് തോന്നില്ല. സോ മീ, ഇച്ച, ലൂക്ക്, ജോകുട്ടൻ ഹെഡഡ് ടുവേർഡ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട് ഇൻ കൗലാലംപൂർ. ഈ ഒരു എൻട്രൻസും ഡെക്കറേഷനും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. ദിസ് ഇസ് വൺ ഓഫ് ദ ഫേമസ് ചൈനീസ് ടെമ്പിൾ ഇൻ മലേഷ്യ, തീൻ ഹാവ് ടെമ്പിൾ. ദിസ് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ടെമ്പിൾ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വേണം പറയാനായിട്ട്. ഈ ചൈനീസ് ടെമ്പിൾ ആണെന്നുണ്ടെങ്കിലും ഇത് വരുന്നത് ചൈന ടൗണിലല്ല കേട്ടോ. ഇറ്റ് സിറ്റ്സ് റൈറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് റോബിൻസൺ ഹൈറ്റ്സ്. ഓരോ പുണ്യാളന്മാരും ഓരോ കാര്യങ്ങൾ സാധിച്ചു വരുന്നു പറയുന്ന പോലെ ദ മദർ ഓഫ് തീൻ ഹൗ പ്രൊട്ടക്ട്സ് ദ പീപ്പിൾ ഹു ഗോസ് ടു സീ, ലൈക്ക് ഫിഷർമാൻ, സെയിലേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഈവൻ ദോ ഇറ്റ്സ് എ ഹ്യൂജ് ടൂറിസ്റ്റ് സ്പോട്ട്, ഞാൻ മലേഷ്യയിൽ വന്നിട്ട് ഏറ്റവും പീസ്ഫുൾ ആൻഡ് കാം ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആൻഡ് യു വിൽ ഓൾസോ നോട്ടീസ് എ മിക്സ് ഓഫ് മോഡേൺ ആർക്കിടെക്ചർ ടെക്നിക്സ് ആൻഡ് ട്രഡീഷണൽ സ്റ്റൈൽസ് ഹിയർ. നമ്മുടെ ഈ ബുദ്ധിസം, തായോയിസം ഓൾ കം ടുഗദർ ഹിയർ. പിന്നെ ഈ ഒരു 6 ടയർ ഓഫ് ടെമ്പിൾ ഉണ്ടല്ലോ, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ആർട്ട്. സഡൻ പ്ലാൻസ് ആർ ഓൾവേസ് ദ ബെസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങളുടെ ഇറ്റ്നറിയിൽ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. തലേദിവസം രാത്രി എടുക്കുമ്പോൾ എവിടെയെങ്കിലും കുറച്ചുകൂടി പ്ലേസസ് ഒന്ന് മലേഷ്യയിൽ എക്സ്പ്ലോർ ചെയ്താലോ എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലം തൊട്ടടുത്തുണ്ടെന്ന് കണ്ട് ഇങ്ങ് വരാനായിട്ട് തോന്നി. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു നഷ്ടം തന്നെയായേനെ കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഐക്കോണിക് പാർട്ട് ഓഫ് ദി ടെമ്പിൾ. These thousands of red lanterns symbolize good luck and prosperity to our life. ഈ ഒരു ഏരിയ ഫുൾ നല്ല സെൻറ്റഡ് കാൻഡിൽസിൻ്റെയും അഗർബത്തീസിൻ്റെയും ഒക്കെ സ്മെല്ലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടറിയാം. ആളുകൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ഡ്രാഗൺ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് അഗർബത്തി കത്തിച്ച് അകത്ത് അവിടെ പോയി അവർ പ്രേ ഏരിയയിൽ അത് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ ബാട്ടു കേവ്സിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ്സോ ഷോർട്ട്സോ അങ്ങനെ ഒന്നും ഇട്ടിട്ട് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഷോൾ കയ്യിൽ വെച്ചിരുന്നോട്ട് ട്രിപ്പിന് വന്നിരുന്നപ്പോൾ ഞാൻ അകത്തൊക്കെ എൻ്റർ ചെയ്തപ്പോൾ ആ ഒരു ഷോളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അകത്ത് കയറിയത്. പിന്നെ ലൂക്കും ഞാനും ജോക്കോട്ടിനും കൂടി ലൈഫിൽ ആദ്യമായിട്ട് കൗച്ചിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോർച്യൂണൊക്കെ പറയുന്ന ഒരു സ്റ്റിക്കാണ്. ഇതൊരു ചൈനീസ് ബിലീവാണ്. നമ്മൾ ഈ സിലിണ്ട്രിക്കലായിട്ടുള്ള ഇതിനകത്ത് കിടക്കുന്ന എല്ലാ സ്റ്റിക്സും കൂടിയും ഒരുമിച്ചൊന്ന് ഷഫിൾ ചെയ്തിട്ട് താഴോട്ട് ഇടണം. അതിൻ്റെ അകത്ത് തന്നെ ഇടണം. അപ്പോൾ എല്ലാം കൂടി താഴെ വീഴുമ്പോൾ ഒരെണ്ണം മാത്രം താഴെ വീഴാതെ പൊങ്ങി നിൽക്കും. അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നമ്മൾ താഴെ കാണുന്ന ഈ ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള അതിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഷെൽഫുകളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയ നമ്പർ ഏതാണോ അത് ഓപ്പൺ ചെയ്ത് ആ ഷെൽഫ് ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്ന് ആ ഒരു പേപ്പർ എടുത്താൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും എന്നാണ് പറയുന്നത്. ഇച്ചാനെ വിളിച്ചെങ്കിലും ഇച്ചാനെ ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ മാറി നിന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതിലൊക്കെ നോക്കി ഞങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറേ റിലേറ്റബിൾ ആയിട്ടും ഇതിൽ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര സീക്രട്ട് ആയിട്ട് ആ പ്ലേസ് ആണെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ലൂക്കും ജോക്കുട്ടൻ്റെ ഒക്കെ മുട്ടിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അവരുടേതായിട്ടുള്ള രീതിക്ക്. ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ. ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ഫോർച്യൂൺ സ്റ്റിക്സ് ട്രൈ ചെയ്യാനുള്ള ആ ഒരു ത്രില്ലായിരുന്നു കേട്ടോ. ഗൈഡൊക്കെ അവിടെ നിന്നിട്ട് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇച്ചാനെ കാണാനില്ല. താഴെ പോയി നോക്കിയപ്പോഴുണ്ടല്ലോ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മസിലും പിടിച്ച് നിന്ന് ഇച്ചായൻ കൗച്ചിങ് സ്റ്റിക്സ് വെച്ച് ഫോർച്യൂൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സർപ്രൈസിംഗ്ലി എനിക്കും ഇച്ചാനും കിട്ടിയ കാര്യങ്ങൾ കുറേ ഇൻ്റർ കണക്റ്റഡ് ആയിരുന്നു. ലൂക്കിന് കിട്ടിയത് അവൻ്റേതായിട്ടുള്ളൊരു ഏജ് ഗ്രൂപ്പിലുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ഇതിൽ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, പക്ഷേ കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നല്ല ഗുഡ് മെമ്മറീസ് ആയിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഹിഡൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഹിഡൻ റെസ്റ്റോറൻറ്റ് തലേ ദിവസം പോയിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ആ ഒരു വിഷമം കവറപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ലൂക്കിനും ജോക്കൂട്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു ഹോളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമുക്ക് ഏത് ഡ്രിങ്ക്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കൂപ്പണായിട്ട് ചൂസ് ചെയ്യാം. ആൻഡ് വി ഹാവ് ടു ഡു ദ പേയ്മെൻറ്റ്. ഇവിടെ ഒരു QR കോഡൊക്കെ ഉണ്ട്, അത് വെച്ച് നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യും. ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ബെല്ല് ത്രൂ ആണ് കേട്ടോ നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള കൂപ്പൺ വാങ്ങും. അപ്പോൾ അതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഏത് ഡ്രിങ്ക്സ് ആണ് വേണ്ടതെന്ന്. ലൂക്കിനോടും ജോഗുട്ടനോടും കളക്ട് ചെയ്തോളം പറഞ്ഞപ്പോൾ അവരെന്തോ പേടിച്ചു കിട്ടും മുന്നേ ഓരോരുത്തർ വാങ്ങുന്നത് കണ്ടിട്ട്. എന്നിട്ട് ഞാൻ തന്നെയാണ് ഇത് കളക്ട് ചെയ്തത്.
എൻ്റെ അമ്മോ ഇതാണ് നടക്കാൻ പോണെന്ന് അറിയാമെങ്കിലും ഇതിപ്പോൾ ഒന്ന് പിടിച്ചപ്പോഴല്ലോ എൻ്റെ കിളി ഒന്ന് ശരിക്കും പോയിട്ടോ. ഞാൻ പേടിച്ചെന്ന് കണ്ടപ്പോൾ ലൂക്കിന് വലിയ സന്തോഷമായിട്ടോ. പിന്നെ ഇവർ നേരെ ഇതങ്ങ് തരില്ലേ, നമുക്ക് ടർക്കിഷ് ഐസ്ക്രീമൊക്കെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെയാണ് ഇത് നമുക്ക് തന്നിരുന്നത്. പിന്നെ സ്ട്രോ വാങ്ങാനായിട്ട് ഞാൻ ലൂക്കിനോട് തന്നെ പറഞ്ഞു, പക്ഷെ അവന് ഭയങ്കര പേടിയായിരുന്നു. ഈവൻ അവൻ കുറച്ച് നേരം മടിച്ചെന്നെങ്കിലും അത് വാങ്ങിയിട്ടോ. പക്ഷെ അവൻ ടച്ച് ചെയ്തില്ല ആ കൈമ തീരെ. കുട്ടികൾക്ക് അത് കുറച്ച് സ്കെയറി ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുട്ടികൾ എന്നല്ല എത്രയോ പേരാണ് കേട്ടോ അവിടെ ക്യൂ നിന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു വന്നപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കിട്ടിയ ഡ്രിങ്ക്സ് ഇതിനകത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ്. ആ ഹിഡൻ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ടായിരുന്നു? കൈ എങ്ങനെയാണോ? ആരുടെ കൈയായിരുന്നു? ഗോസ്റ്റിന്റെ ആണോ? ഞാൻ പറയട്ടെ, പേടിയായോ ജോക്കു? ഇല്ല, പിന്നെന്താ വരാഞ്ഞ്? ഇഷ്ടായുണ്ടോ? പേടിച്ചോ? അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ ബാക്കി ടീംസിനെ കാണാനായിട്ട് നമ്മുടെ ചൈന ടൗണിലേക്ക് വീണ്ടും പോയി. ഈ കാണുന്ന ഫ്രൂട്ടാണ് കേട്ടോ ദുരിയൻ. ഇവിടെ വരുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ എനിക്കിതിൻ്റെ സ്മെല്ല് എന്തോ തീരെ പിടിച്ചത്. നമ്മുടെ നാട്ടിലെ ചക്കയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. പക്ഷെ ചക്കയുടെ സ്മെല്ലൊക്കെ മാറി നിൽക്കും ഇതിന് മുമ്പിൽ. ഭയങ്കരമാണ്. ചൈന ടൗണിന് രാത്രി ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിലും രാവിലെ കാണാനായിട്ട് അതൊരു വേറെ ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ സ്ട്രീറ്റിലൂടെ നടന്ന് ഓരോ ഷോപ്പിൽ ഓരോ ഫ്രൂട്ട്സും ബാഗ്സും ചപ്പൽസും എല്ലാം കണ്ട് ഷോപ്പ് ചെയ്ത് നടക്കാനായിട്ട് അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. കുറച്ച് ടൈം എടുത്ത് നടന്ന് കാണാനും കാലിന് കുറച്ച് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം സെറ്റാണ് കേട്ടോ. കാരണം കുറേ നടക്കാനായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ടയേർഡായപ്പോൾ ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ജ്യൂസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ വീണ്ടും നടന്ന് ഈ സ്ട്രീറ്റിലൂടെയുള്ള ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാനായിട്ട് നമ്മൾ ഇന്നലെ വന്ന അതേ ഷോപ്പ് തന്നെ ഇഡിബി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ് കേട്ടോ കുറേ നമുക്ക് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉള്ളത്. ഇവിടുന്ന് കുറേ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സൊക്കെ നമുക്ക് വേണ്ട രീതിക്ക് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ കണ്ടില്ലേ ദുരിയാൻ്റെ ചോക്ലേറ്റ് സ്വീറ്റ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. മിക്ക ഷോപ്പിലും ഇതിൻ്റെ ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ചൂടിനൊരു കുറവില്ല കേട്ടോ. അപ്പോൾ ഫീയൊക്കെ ഒരു ഫാനും വാങ്ങിയിട്ടാണ് കേട്ടോ ബാക്കി പിന്നെ ആ സ്ട്രീറ്റിൽ ഞങ്ങൾ നടന്നിരുന്നത്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സും ലെഗോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഒരു ബ്രഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. ഹൈക്കി ഫ്രൈഡ് ബീഫ് ബൺ എന്ന് പറഞ്ഞിട്ടുള്ള കൗലാലംപൂരിലെ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടോ. ഈ പാൻ കേക്ക്സ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. പിന്നെ ഞങ്ങൾ കഴിച്ചത് കുറച്ച് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, സൂപ്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള ഡിഷസ് ആയ കാരണം ശരിക്കും ഭയങ്കര പ്ലെയിനായിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള നമ്മുടെ ചൈനീസ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഈ സ്റ്റീംഡ് മോമോസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ നാട്ടിൽ ചീരത്തോരൻ തന്നെ, ശരിക്കും അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ലഞ്ച് തന്നെയായിരുന്നു. അധികം സ്പൈസി ഒന്നും അല്ലാത്ത കാരണം കുട്ടികൾക്കായാലും നല്ല രീതിക്ക് കഴിക്കാനൊക്കെ പറ്റി. ചോപ്സ്റ്റിക്ക് വെച്ച് ഫുഡ് കഴിക്കുന്നവരുടെ സ്ട്രഗിളാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ അവസാനിക്കായപ്പോഴേക്കും കുറച്ച് അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എല്ലാവരും പഠിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സെൻട്രൽ മാർക്കറ്റിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൗലാലംപൂരിലെ ആർട്ട് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിനെ കുറിച്ച് ഞാൻ നെറ്റിൽ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള പെയിൻറ്റിങ്സ് എല്ലാം ഞാൻ കണ്ടിരിക്കുന്നത് കുറേ പഴയ ഹിസ്റ്ററിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പെയിൻറ്റിങ്സാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതെനിക്കറിയില്ല ഇവിടെ പെയിൻറ്റിങ്സ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഇത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പിൻട്രസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈബ്രൻറ്റ് കളേഴ്സിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ചെറിയ റീലൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയോളൂ.
മാർക്കറ്റിലെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. കാരണം നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ടൈമായി. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒതുക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. താഴെ വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോകുന്ന നേരത്ത് മഴയില്ലെങ്കിൽ 2 സ്പോട്ടും കൂടിയും നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. എന്തായാലും ആ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരുങ്ങി കിട്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത്. യെസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പുത്രജയയ്ക്കാണ്. പുത്രജയ മീൻസ് ദ ഐക്കോണിക് പിങ്ക് മോസ്ക്. ദിസ് മോസ്ക് ഈസ് ലൊക്കേറ്റഡ് നെക്സ്റ്റ് ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. എനിക്ക് അടുത്തുനിന്നുള്ള വ്യൂവിനെക്കാട്ടും ഈ ഒരു അകലെന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ മോസ്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദ പിങ്ക് ടിൻറ്റഡ് ഗ്രാനൈറ്റ് ഗിവ്സ് ദ ബ്യൂട്ടി ടു ദിസ് മോസ്ക്. പേർഷ്യൻ ആർക്കിടെക്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഒരു മോസ്കിൻ്റെ ഓരോ ഭാഗവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഇവിടെ വന്നപ്പോൾ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഐ വാസ് ടോട്ടലി ഓവർ ഡ്രസ് ടുഡേ. ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറാതെ പോകാനായിട്ട് തോന്നിയില്ല. അപ്പോഴാണ് അടുത്ത ടിസ്റ്റ്. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പർദ്ദ ഇടണം. പർദ്ദയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത് വേസ്റ്റ് ആയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമം. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള മിറ്റ്സൂയി ഔട്ട്ലെറ്റിലേക്കാണ്. ഇത് ഒരു മാളാണ്. ജെൻഡിങ് ഹൈലാൻഡ്സിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം ഓഫേഴ്സും കളക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇൻഫാക്റ്റ് എനിക്ക് തോന്നി ഇവിടെയാണ് കുറച്ചും കൂടിയും കളക്ഷനും ഓഫേഴ്സും ഉള്ളതെന്ന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ജെൻഡിങ് ഹൈലാൻഡ്സ് പോകാനായിട്ട് പറ്റാത്തവരുണ്ട്, മലേഷ്യ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് ഇതെനിക്ക് ഫീൽ ചെയ്തു. ഓഫേഴ്സ് കണ്ടപ്പോൾ അഗെയിൻ വി ഡൺ സം ഷൂ ഷോപ്പിംഗ്. അങ്ങനെ എല്ലാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിലാണ് സെറ്റിലായത്. എന്തായാലും എല്ലാവരും ഈ ഒരു ടൈം ആയപ്പോഴേക്കും നല്ല പോലെ ടയേർഡായി. കാരണം രാവിലെ തൊട്ട് ഷോപ്പിങ്ങിനും എല്ലാത്തിനും നടന്ന് എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ആൻഡ് ഓൾസോ വി ആർ സോ ഹംഗ്രി. അങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടിയും ഇവിടുത്തെ നാസിലമാക്കൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഫ്ലൈറ്റിൽ തൊട്ടടുത്തുണ്ടായിരുന്ന പാസഞ്ചറിൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് വി റിട്ടേൺ ടു ഇന്ത്യ വിത്ത് ലോട്ട് ഓഫ് ഗുഡ് ആൻഡ് അമേസിങ് മെമ്മറീസ്.